ഹലോ ഓൾ, വെൽക്കം ടു ഹിം ഓഫ് ലൈഫ്. വളരെ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്, അതും ഒരു മേക്കപ്പ് വീഡിയോയുമായി. ദേ ഈ കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി ചേച്ചി എന്ന് പറഞ്ഞതുകൊണ്ട് ഹൗ ടു ഡു എ സിമ്പിൾ മേക്കപ്പ് ലുക്ക്, അതാണ് ഇന്നത്തെ വീഡിയോ. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എൻ്റെ കഴിവ് മുഴുവനും എനിക്ക് പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ യൂഷ്വൽ എസ്തറ്റിക് വീഡിയോ എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഷോർട്സ് പോലെയല്ല, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പാർട്ടായിട്ടുള്ള വീഡിയോ ആയിരിക്കും. ഇതാണോ സിമ്പിൾ മേക്കപ്പ് ലുക്ക്? ഇത്രയും സ്റ്റെപ്പ് ചെയ്യണോ? ഇതുവരെ ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ടില്ലാത്തവർ ഇവിടെ കമോട്ട്. ഇങ്ങനെയുള്ള വെറൈറ്റി കമന്റ്സ് ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തുവാണ് ഇങ്ങനത്തെ കമന്റ്സ് ഒന്നും എനിക്ക് കിട്ടാത്തത്? എല്ലാവരും ഒന്ന് അടിച്ച് കയറി വാ. ഫസ്റ്റ് സ്റ്റെപ്പ്, പാക്കറ്റ് പൊട്ടിച്ച് ജെല്ലി പുറത്തെടുക്കുക. സ്കിപ്പ് ചെയ്യാവുന്ന സ്റ്റെപ്പാണ്. നെയിൽസ് കാണിക്കാനുള്ള വെറും ഷേഡേ. എന്നിട്ട് കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലിപ് ബാം ഇതുപോലെ ഇട്ട് വരയ്ക്കുക. ഫേസ് മാസ്ക്, ടോണർ, സെറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ഇത്ര സ്റ്റെപ്പൊന്നും ഇല്ലെങ്കിലും ഒരു മോയ്സ്ചറൈസർ എങ്കിലും ഡ്രൈ സ്കിൻ ഉള്ളവർ വാരിക്കൊരി തേക്കുക, അല്ലാത്തവർ ആവശ്യത്തിന് മാത്രം തേക്കുക. ഓരോ സ്റ്റെപ്പും കഴിഞ്ഞ് ഇതുപോലെ വീശി കൊടുക്കുക, അതായത് അബ്സോർബ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് സ്കിന്നിന് കൊടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ രണ്ട് പമ്പ് ഒള്ളി നീഡഡ് മുഖത്തേക്കാണ് ഇടേണ്ടത്, കാരണം കയ്യിലിട്ടാൽ വേസ്റ്റായി പോകുന്നതാണ് അവർ പറയുന്നത്. അവരെങ്ങനെ പലതും പറയും. സെറോ മോയ്സ്ചറൈസറും ഒക്കെ നമ്മുടെ കൈവെള്ളയിൽ എടുത്ത് രണ്ടോരെ ഉരച്ചിട്ട് മുഖത്തോട്ട് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഡയറക്റ്റ് സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്യുന്നതാണ് കൂടുതൽ എഫക്റ്റീവ്. പ്രോഡക്റ്റ് വേസ്റ്റേജും കുറയ്ക്കാൻ പറ്റും. നമ്മുടെ കൈയുടെ ഉള്ളിൽ നല്ല ഡ്രൈ ആയതാണ് പ്രോഡക്റ്റ് പകുതി അവിടെ അബ്സോർഡ് ആയി പോകുന്നതാണ് പറയുന്നത്. ഫിംഗർ ടിപ്പ് കൊണ്ട് സർട്ടൺ പ്രഷറിൽ ഫേസ് ടാപ്പ് ചെയ്യുമ്പോൾ കൂടുതൽ പ്രോഡക്റ്റ് സ്കിന്നിലോട്ട് അബ്സോർഡ് ആവും, ബ്ലഡ് സർക്കുലേഷനും കൂടും. എന്നൊക്കെ പറഞ്ഞാലും കയ്യിലിട്ട് ഉരച്ചിട്ട് മുഖത്ത് തേച്ചാലേ സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ എന്നുള്ളവർ അങ്ങനെ തന്നെ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇവളെ പോലെ ഇതെനിക്ക് മറ്റേ സ്പ്രേയുടെ കൂട്ടത്തിൽ കിട്ടിയ പേഴ്സ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും അവസാനം. ഉണക്കാൻ ഉപയോഗിച്ച സാധനം ആശേജി എല്ലാം ഉണക്കി തന്നു. ഈ പേഴ്സ് വെച്ച് അതെ വിസറി ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. സത്യമായിട്ട് എനിക്കറിയാൻ പറ്റാത്ത കാര്യമില്ല. പ്രൈമർ നീ വളരെ നാച്ചുറൽ ആയിട്ട് എന്നോട് ചോദിക്കണം, പ്രൈമർ എന്ത് ചെയ്യും? അല്ല ശരി, പ്രൈമർ ഇടുന്നില്ലേ? അപ്പൊ ഞാൻ പറയും അതൊക്കെയാണ്. ചേച്ചി നമ്മൾ പ്രൈമർ എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ഒന്നൂടെ ചോദിക്കൂ, ഉത്തരത്തരം മനസ്സിങ്ങനെ വെമ്പുന്നു. ചേച്ചി നമ്മൾ പ്രൈമർ ഇടുന്നില്ലേ? നൈസ് ക്വസ്റ്റ്യൻ. കമ്മിങ് ടു ദ പോയിന്റ്, പ്രൈമർ എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിന് ഒത്തിരി ടെക്സ്ചർ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. അപ്പം നിന്റെ സ്കിന്നിന് ഒത്തിരി ടെക്സ്ചർ ഒന്നുമില്ല, എന്നാലും എല്ലാം നാച്ചുറലായിട്ട് നമുക്കുള്ള അത്ര ടെക്സ്ചറേ ഉള്ളൂ. പിന്നെ പ്രൈമർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന മേക്കപ്പ് നേരെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരത്തില്ല. എന്താണെങ്കിലും ഇതിനകത്തൊക്കെ കെമിക്കൽ ഉള്ളതല്ലേ. അപ്പം പ്രൈമർ ഒരു ലെയർ പോലെ ആക്ട് ചെയ്യുന്ന ഒരു ക്യാൻവാസ് നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിൻ മാറാനായിട്ടൊക്കെയാണ് നമ്മൾ പ്രൈമർ ഇടുന്നത്. അത് ശരിക്കും അവോയ്ഡ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. സെറാവിയുടെ മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് പ്രൈമറും കൂടെ ആയിട്ട് ആക്ട് ചെയ്യും കേട്ടോ. അതിനൊരു ചെറിയ ഒരു ഫില്ലിംഗ് എഫക്റ്റ് ഉണ്ട്. ഇങ്ങനെ സെറാമൈഡ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, അതിങ്ങനെ ഒരു ഫില്ല് ചെയ്യുന്ന പോലെയാണ്, സ്മൂത്ത് ആവും നമ്മുടെ സ്കിൻ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഇതൊക്കെ വേണം. ഇവിടെ വാ, ഇവിടെ വാ. ശരി, അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ബ്രഷായി ഫൗണ്ടേഷൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് കറക്റ്റാണ്, ഹോൾഡ് ചെയ്യാൻ നമുക്ക് നല്ല സുഖമാണ്, കൈ കഴിക്കത്തില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളവിടെ വിശന്നിട്ടാ സാറേ എന്നും പറഞ്ഞ് കഴിക്കുന്നുണ്ട്. യൂസ് ചെയ്യുന്ന ബ്രഷൊക്കെ വാഷ് ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലത്. നമ്മുടെ ഹെയർ ഷാമ്പു തന്നെ യൂസ് ചെയ്യാം. എന്നോട് ഞാനിത് വാഷ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഡ്രൈ ചെയ്യാനായിട്ട് എയർ ഡ്രൈ ചെയ്താൽ മതി. ബ്ലോ ഡ്രയറിൻ്റെ കീഴിലോ ഹീറ്ററിൻ്റെ കീഴിലോ ഒന്നും വെക്കരുത്. ബ്രഷിൻ്റെ ക്വാളിറ്റി പിന്നെ പറഞ്ഞില്ല കേട്ടില്ല എന്നൊന്നും പറയരുത്. അന്ന് വാഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്, അടുത്ത ഉപയോഗം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാനല്ലേ ഉദ്ദേശിച്ചത്. നീ അത് വളച്ചൊടിച്ച് അങ്ങനെയാക്കണ്ട. വീഡിയോ വല്ലാതെ വലിഞ്ഞ് നീളുന്നു എന്ന അഭിപ്രായമുള്ളവരോട് എനിക്കൊന്നും മാത്രമേ പറയാനുള്ളൂ. സമയവും താല്പര്യമുള്ളവരോട് വന്നത് കണ്ട് സ്വയം മനസ്സിലാക്കേണ്ട കാര്യം. ഈ മുഴുവൻ ഫേസിന് ഷനേലിൻ്റെ 2 പമ്പ് മതി. ഇതുണ്ട്, ഇതിനകത്ത് ഇങ്ങനെ ബോൾസ് ആയിട്ട് കിടക്കുന്നത് നല്ല രസമല്ലേ? എസ്തറ്റിക് ലുക്കാണ്. അതെ, അത് എസ്തറ്റിക് ഒക്കെ തന്നെ. ശങ്കർ കേട്ടാൽ തല്ലി കൊല്ലും. അവരെ നമ്മൾ വിളിച്ച് എസ്തറ്റിക് ആക്കി. ഒരു മിക്സിംഗ് പാലറ്റ് ഞാൻ വാങ്ങിക്കണം എന്ന് ഓർത്താ. കുറച്ചുകൂടെ കാശാവട്ടെ, അടുത്ത സാധനം വാങ്ങിക്കുമ്പോൾ നമുക്കത് വാങ്ങാം. എന്റെ ഡാഡി കുറച്ച് റിച്ച് ആണെന്നറിയാലോ. ഓക്കെ, സെറ്റ്. ഫൗണ്ടേഷൻ മൊത്തം സ്ഥലത്ത് നമ്മൾ ഇടണം, ഓൾ ഓവർ ദ ഫേസ്. തനിക്കെന്താണ് ഒരിക്കലും തീരാത്ത സംശയം? ചില വീഡിയോസിലൊക്കെ ഓരോ ആൾക്കാർ പറയുന്നത് കേൾക്കണം, എല്ലായിടത്തും ഇടേണ്ട കൺസീലർ വെച്ച് ബാക്കി പരിപാടി ചെയ്യുന്നു. ഡിപ്പെൻസ്.
നമുക്ക് എല്ലായിടത്തും പല പല കളറായത് കാരണം ഒറ്റ കളറിലോട്ട് ഫേസ് കൊണ്ടുവന്നാലേ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് വേരിയേഷൻസ് വരുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ സൈഡിൽ ഓക്കെ വെച്ചോ. ഈ സാധനം തലയിലിടുന്നു, ലിപ് ബാം ഇടുന്നു, മോയ്സ്ചറൈസർ ഇടുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പല പല വീഡിയോകൾ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, അത് പോയി. ബേസിക്കലി മുടി മുന്നോട്ട് വരാതിരിക്കാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതുവരെയുള്ള നമ്മുടെ സ്റ്റെപ്പിലൊന്നും മുടി മുന്നോട്ട് വരാഞ്ഞത് കാരണം നമ്മൾ ഈ സാധനം വിട്ടേ പോയി. അവരെൻ്റെ നെറ്റിയിലുണ്ടായിരുന്ന പുരുകം പറിച്ചെടുത്തോ? നെറ്റിയിൽ ഇത്ര പിരിവുള്ളൂ. അല്ല അതല്ല, ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക, താൻ ആരാണ്? ഷനേലിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരു ചെറിയ പ്രൊഡക്റ്റ് റിവ്യൂ. കയ്യിലെടുക്കുമ്പം ഇച്ചിരി ഡാർക്ക് ആയിട്ട് തോന്നുമെങ്കിലും സാധനം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം ഒരു ലൈറ്റർ ഷെയ്ഡായിട്ട് മാറും. എന്താണ് അതിന്റെ പിന്നിലെ മാജിക് എന്ന് എനിക്കറിയത്തില്ല. എന്റെ കയ്യിലിരിക്കുന്ന കാണുമ്പോൾ അതൊരു ഡാർക്ക് ഷെയ്ഡായിട്ടല്ലേ തോന്നുന്നത്. ഇതിങ്ങനെ ഓയിലിന്റെ അകത്ത് ഫൗണ്ടേഷൻ ബോൾസ് കിടക്കുന്ന പോലെയാണ്. മിക്സ് ചെയ്തിട്ട് ഫേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലൈറ്റർ ഷെയ്ഡിലോട്ട് അത് മാറുന്നു. പിന്നെ ഇതിന്റെ ബ്രഷ്, ഞാൻ യൂഷ്വലി ഫൗണ്ടേഷൻ ബ്രഷ് യൂസ് ചെയ്യാറേ ഇല്ല. എനിക്കതിന്റെ ആ വര വരുന്നത് ഭയങ്കര എന്തോ ഒരു ഇഷ്ടമല്ല എനിക്ക്. ന്യൂട്രൽ ആണോ കൂളാണോ ചേച്ചി, അതിനെ കുറിച്ചൊന്ന് പറയും. നിന്റെ കുറച്ചുകൂടെ വാമ, നമ്മുടെ ഇന്ത്യൻസിന്റെ ഒക്കെ മിക്കതും വാമാണ്. പിന്നെ വാമിന്റെ അകത്ത് തന്നെ ഇപ്പം ചിലർക്ക് കൂളിഷ് വാമാണ്. ഇതൊക്കെ കേൾക്കുന്ന വല്ല മേക്കപ്പ് അറിയാവുന്നവരെന്നെ അതെ, ഇത് പൊട്ടത്തരം തന്നെയാണ്. വാമിഷ് കൂൾ, കൂളിഷ് വാം അങ്ങനെയൊന്നും അണ്ടർടോൺ ഇല്ല. ഉണ്ടോ എനിക്കറിയാനൊന്നും പാടില്ല. എൻ്റെ ഫേസിൽ ആര് മേക്കപ്പ് ഇട്ടാലും കുറച്ച് യെല്ലോയിഷ് ഓറഞ്ചിഷ് ഒക്കെ ആവാറുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ അണ്ടർടോൺ ഇട്ട പേരാണ് വാമിഷ് കൂൾ അഥവാ കൂളിഷ് വാം. എനിക്ക് ബ്രഷും സ്പഞ്ചും യൂസ് ചെയ്യുന്നതിനേക്കാളും വിരൽ ഉപയോഗിച്ച് ഡാബ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇതിൻ്റെ ബ്രഷ് യൂസ് ചെയ്യുമ്പോഴും ലൈൻസ് വീഴുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ അത് മിനിമൈസ് ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ചോദിച്ചത് മറ്റേ ജീവൻ മരണ പോലെ ലൈറ്റ്സ് വീഴുന്നുണ്ടായിരുന്നെങ്കിലും അത്ര വിസിബിൾ അല്ലാത്ത രീതിയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ കാണത്തുള്ളൂ. അപ്പം ഞാൻ അവസാനം ഒന്ന് ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നു. എമിയുടെ സ്കിന്നിന് കറക്റ്റ് കളർ കിട്ടിയത് കൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര സീംലെസ് ആണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ഞങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ ഷനലിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിച്ചായിരുന്നു. നമ്മൾ ജസ്റ്റ് ചുമ്മാ ഫുൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഇടാം, ഫൗണ്ടേഷനൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷേ കറക്റ്റ് കളർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വാങ്ങിക്കാതെ ഇറങ്ങാനും പറ്റിയില്ല, പെട്ടുപോയി. സ്കിൻ ടൈപ്പും അണ്ടർടോണും ഒക്കെ കറക്റ്റായിട്ട് അറിയുവാണെങ്കിൽ ഫൗണ്ടേഷനും ലിപ് കളറും ഒക്കെ നമുക്ക് സ്യൂട്ട് ആവുന്ന കറക്റ്റ് ഷെയ്ഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും അറിയാൻ മേലാത്തവർക്ക് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഔട്ട്ലെറ്റിൽ പോയി കഴിയുമ്പം അവിടെ നല്ല സ്കില്ലുള്ളവരാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യുന്ന പെർഫെക്റ്റ് ഷെയ്ഡ് അവർ എടുത്തു തരും. മനസ്സിലാവും. ഹൈഡ്രോളിക് ആസിഡ് കണ്ടന്റ് ഉള്ള സാധനമാണ് ഷനേലിന്റെ ഫൗണ്ടേഷൻ. വാട്ടർ ടച്ച് കോംപ്ലക്ഷൻ അങ്ങനെ എന്താണ് അതിന്റെ പേര്. അതെ, ഫുൾ ഫേസിന് നെക്കിനും കൂടെ 2 പമ്പ് ഫൗണ്ടേഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു ഗ്ലോസി മേക്കപ്പ് ലുക്കാണ് ഈ ഫൗണ്ടേഷൻ തരുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കിന് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. കൺസിലർ മാത്രം യൂസ് ചെയ്താലും മതി. ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തും ഡാർക്ക് സർക്കിൾസ് അണ്ടർ ഐയിലുള്ളിടത്തും കൺസിലർ മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിപ്പം സ്കിൻ കളറിനോട് ഇത്ര മാച്ചിങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആയത് കാരണം മൊത്തത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അതുകൊണ്ട് ചെയ്യുന്നതാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് ഫാക്ടറാണ്. മൂക്കിന് വലിച്ചെടുക്കുന്നവർക്കൊക്കെ ഒരുപാട് ആയിക്കോട്ടെ. നമ്മുടെ മൂക്കിലേക്ക് അൺനെസസറി സാധനങ്ങളൊക്കെ കയറി പോകാതിരിക്കാനാണ്, വായിലേക്ക് കയറി പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ വായ അടച്ച് വെക്കുക. വായ അടച്ച് വെച്ചില്ലെങ്കിൽ ഫൗണ്ടേഷൻ വായിക്കാത്ത കുട്ടി വാചാലയാണ്. ഓക്കെ, ആഫ്റ്റർ ഫൗണ്ടേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺസീലർ. കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ളിടത്ത് ഫൗണ്ടേഷൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഏക്ക് നമ്മുടെ ഇഷ്ടം. കൺസീലർ ഡാർക്ക് സർക്കിൾ ഉള്ളിടത്ത് ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ തോണ്ടി വിട്ടിട്ട് നന്നായിട്ട് ഡാബ് ചെയ്യുക. നമ്മൾ ഈ കൺസീലർ വാങ്ങിക്കാൻ പോയപ്പം നമുക്ക് അവരെടുത്ത് തന്ന ഷെയ്ഡ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അത് ടു ബ്രൈറ്റ് ലൈറ്റർ ആയിട്ടുള്ള ഷെയ്ഡായിരുന്നു. ഇവിടെയുള്ളവർ സാധാരണ കണ്ണിനടിയിലും മൂക്കിൻ്റെ സൈഡിലോട്ടും ഒക്കെ ഇച്ചിരൂടെ ലൈറ്റർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് എന്തോ പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നത് കാരണം നമ്മുടെ സ്കിൻ കളറുമായിട്ട് സ്യൂട്ട് ചെയ്യുന്ന സെയിം കളറായിരുന്നു നമ്മൾ കൺസീലറും ചൂസ് ചെയ്തത്. മാക്കിൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പൊക്കോണം തന്നെ അല്ലേ? റെറ്റിനോൾ അല്ലേ? 28, 29, 30 വയസ്സ് കഴിയാതെ റെറ്റിനോൾ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുകയേ ചെയ്യരുത്. ഓക്കെ, കൊച്ചു പിള്ളേരുടെയൊക്കെ ആഗ്രഹമാണ് റെറ്റിനോള്. പിന്നെ ഈവൻ ഹൈലറോണിക് ആസിഡ് ഉപയോഗിക്കുന്നതിന് മുമ്പ് വരെ നമ്മൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമ്മുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് വേണം ഇമാതിരി സാധനങ്ങൾ. ചിലർക്കൊക്കെ വെറും അനാവശ്യമാണ് അത്രയൊക്കെ. എനിക്കൊക്കെ ഹൈലറോണിക് ആസിഡ് ഇട്ട അപ്പ കുരു വരും. ഞാനത് ഇട്ടിട്ടില്ല ഇതുവരെ. ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഇടുന്നതൊക്കെ കാണുമ്പോഴേ
ചുമ്മാ ഒരു മോഹം തോന്നി. പക്ഷെ നയസനമയുടെ സരസിലിക്കാത്ര ഭയങ്കര എഫക്റ്റീവ്. എന്റെ ഡാർക്ക് സ്പോട്ട്സ് കളഞ്ഞൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. അത് നല്ല എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇമാതിരി സാധനങ്ങളൊന്നും പിടിക്കത്തില്ല. ഇപ്പൊ ഏക്കുന്നില്ലെന്നുള്ളത് പോട്ടെന്ന് വെക്കാം, കുരു വരും. ഈ അലർജി കുരു ഇല്ലേ, അരി പാകിയ പോലെ. പണ്ട് എനിക്ക് നഖം വെച്ചത് എനിക്ക് എത്തുന്നുമില്ല, ചില സ്പോർട്സിൽ എനിക്ക് എത്തുന്നില്ല. ഗുഡ്, വെരി ഗുഡ്. ഈ കോർണർ എവിടെയാണെന്ന് അറിയത്തില്ല, എന്നാലും ഞാൻ വിട്ടെ, ഇവിടെയായിരുന്നു ഡാബി ഉണ്ടത്. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഐ ഷാഡോ. നമ്മൾ ഇത്രയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇവിടെ സെല്ലോ ടേപ്പ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? அந்த കോർണർ വരുത്തിക്കാനാണോ? അല്ല, പുറത്തോട്ട് വരാതിരിക്കാൻ. എന്ത് സെല്ലോ ടേപ്പ് ഉണ്ടോ? സെല്ലോ ടേപ്പ് ഇല്ല. ഒന്നുമില്ല. പിത്തക്കാര്. ഐ ഷാഡോയ്ക്ക് മുന്നേ കൺസീലർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 2 ഗുണങ്ങൾ. ഒന്ന്, നമ്മുടെ പാലറ്റിലുള്ള അതേ കളർ തന്നെ ഐലിഡിൽ കിട്ടും. രണ്ടാമത്തെ, ഈ കൺസീലർ സ്റ്റിക്ക് ചെയ്യും ഐ ഷാഡോയുടെ പൗഡറിനെ കുറച്ചുകൂടെ. അത് പൊടിയായിട്ട് താഴോട്ട് വീഴാതെ കുറച്ചുകൂടെ ഐലിഡിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ ബ്രഷിൽ ഐ ഷാഡോ എടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രാ പൗഡർ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണം ലിഡിലോട്ട് തേക്കാൻ, അല്ലെങ്കിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ട് നമുക്ക് വരും. പിന്നെ അത് ഒന്ന് സ്മൂത്തൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഈ വിൻഷീൽഡ് വൈപ്പർ മോഷൻ ഇങ്ങനെ റാ പോലെ ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ, അത് ചെയ്ത് കൈ കുഴയും. എസ്പെഷ്യലി ഔട്ടർ എഡ്ജ് സ്മൂത്തൻ ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. ഒരു കാര്യം കൂടെ, ഇതൊക്കെ ശാസ്ത്രീയമായി കറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, ഞാനൊന്നും പഠിച്ചിട്ടുമില്ല. ഇനി അഥവാ കയ്യിൽ നിന്ന് പോയി തൂത്തിട്ട് മച്ചിട്ട് ഒന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കൺസീലർ എടുത്തിട്ട് ചെറുതായിട്ട് ഡാബ് ചെയ്ത് ഔട്ടർ കോർണറിൽ ഡാബ് ചെയ്ത് സ്മൂത്തൻ ചെയ്തെടുക്കാം. ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഐ ഷാഡോ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് കണ്ണിൻ്റെ താഴെ കൺസീലർ ഇടുവാണെങ്കിൽ ദി ബെസ്റ്റ്. അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും കുറച്ചൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് താഴോട്ട് ഐ ഷാഡോയുടെ പൊടി. അപ്പം നമ്മളിങ്ങനെ കവർ ചെയ്ത് പിടിച്ചാലും ഒന്നും അത്ര എഫക്റ്റീവ് ഒന്നും അല്ല. ഞാനിതെല്ലാം ഇട്ട് കഴിഞ്ഞ് ആ താഴെയുള്ള പൊടിയെല്ലാം തട്ടി കളഞ്ഞിട്ട് പിന്നെയും കൺസീലർ ഇടുന്നുണ്ട്. ഇനി അഥവാ എന്നെപ്പോലെ ചാടിക്കയറി കണ്ണിൻ്റെ താഴെ കൺസീലർ ഇട്ടുവെങ്കിൽ ഐ മേക്കപ്പിന് മുന്നേ ബനാന പൗഡർ കുറച്ച് കണ്ണിൻ്റെ താഴെ ഇട്ട് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഐ മേക്കപ്പിന് ശേഷം അതിൻ്റെ റെസിഡ്യൂസും ബനാന പൗഡറും നമുക്ക് കാറ്റത്ത് പറത്തി കളയാം. വെറുതെ തട്ടി കൊടുത്താൽ മതി. അല്ലാത്ത പക്ഷം കണ്ണിൻ്റെ താഴെ എല്ലാം പറ്റി പിടിച്ചിരിക്കും. തൂത്താലും അത് കൂടുതൽ വൃത്തികേടാവത്തേ ഉള്ളൂ. ഞാനിവിടെ റെവല്യൂഷൻ്റെ ഐ ഷാഡോ പാലറ്റാണ് എടുത്തേക്കുന്നത്. പക്ഷേ കളർ നോട്ട് ചെയ്യാൻ ഞാൻ മറന്നുപോയി, മൈ മിസ്റ്റേക്ക്. എങ്കിലും ജനറലായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഐ ഷാഡോ ഇടുമ്പം ഔട്ടർ കോർണറിൽ ഡാർക്കർ ഷെയ്ഡ്, ഇന്നർ കോർണറിൽ ലൈറ്റർ ഷെയ്ഡ്, നടുക്ക് പ്യൂപ്പിളിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഔട്ടർ കോർണറിൽ യൂസ് ചെയ്തിരിക്കുന്ന ഷെയ്ഡിൻ്റെ ഷിമ്മറി ഷെയ്ഡ് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു ഗ്രാജുവൽ കളർ വേരിയേഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ ഐ ഷാഡോ ഇടണമെന്നൊന്നും ഒരു റൂളും ഇല്ല. നമ്മുടെ ക്രിയേറ്റിവിറ്റി പോലെയൊക്കെ വാരിപ്പൊത്താം. പിന്നെ ഞാനിങ്ങനെ ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നർ കോർണറിൽ ലൈറ്റർ ഷെയ്ഡ് കൊടുക്കുമ്പോൾ കണ്ണ് കുറച്ച് ഓപ്പണായിട്ട് വൈഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഔട്ടർ കോർണറിൽ ഡാർക്കർ ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കണ്ണിനെ മാറ്റാൻ, ഇലോങ്ങേറ്റഡ് ആയിട്ട് വേണോ കേർവി ആയിട്ട് വേണോ അങ്ങനെയൊക്കെ മാറ്റാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. പിന്നെ നടുക്ക് നമ്മൾ ഔട്ടർ കോർണറിൽ കൊടുത്തിരിക്കുന്ന ഷെയ്ഡിൻ്റെ തന്നെ ഷിമ്മറി ഷെയ്ഡ് എടുത്തിരിക്കുന്നത് ആ മുമ്പ് പറഞ്ഞ പോലെ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കളർ വേരിയേഷൻ കാണിക്കാനായിട്ടാണ്. പിന്നെ 3 കളറൊക്കെ ഐലിഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊന്നും മെനക്കാക്കി എടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ടും കൂടിയാണ് നടുക്ക് ഉപയോഗിച്ച കളറ് ഔട്ടർ എൻഡിലുള്ള കളറുമായിട്ട് സിമിലർ ആയിട്ട് വരുന്ന ഷിമ്മറി ഷെയ്ഡ് എടുത്തത്. അപ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ബ്ലഷ് ആസ് യൂഷ്വൽ നമ്മൾ ബോബി ബ്രൗണിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അത് ചീക്ക് ടെമ്പിൾ സോണിൽ കൊടുത്തിട്ട് ഐബ്രോയുടെ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ചീക്കിൽ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഭയങ്കര റൗണ്ട് ആയിട്ടുള്ള ഫേസ് ഉള്ളവർ നടുക്ക് കൊണ്ട് ഈ ബ്ലഷ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കവിളൊക്കെ തുടുത്തിരിക്കുന്നതായിട്ട് തോന്നും. ആ ടെമ്പിൾ സോണിൽ നിന്ന് ഐബ്രോയുടെ സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കവിള് ഒട്ടിയിരിക്കുന്നതായിട്ട് തോന്നും. മസ്കാര ഇടുമ്പം കേളിംഗ് ബ്രഷ് കൺപീലിയുടെ ഉള്ളിൽ നിന്ന് ഇന്നർ എൻഡിൽ നിന്ന് വളച്ച് ബ്രഷ് ചെയ്യുവാണെങ്കിൽ പ്രൊഡക്റ്റ് ലാഷിൻ്റെ എൻഡിൽ ഒത്തിരി ഡെപ്പോസിറ്റ് ആവാതെ ഉള്ളിൽ ലിഡിനോട് ചേർന്ന് നന്നായിട്ട് നിൽക്കും. എന്നിട്ട് നാച്ചുറലായിട്ട് നമുക്ക് കേൾ ചെയ്ത് കിട്ടും. അപ്പം ഈ പ്രൊഡക്റ്റ് ഒത്തിരി ലാഷിൻ്റെ എൻഡിൽ ഡെപ്പോസിറ്റ് ആയിട്ടൊരു ഡ്രമാറ്റിക് ലുക്ക് വരത്തില്ല. നാച്ചുറലായിട്ട് നമുക്ക് വളച്ച് വെക്കാൻ പറ്റും. കോണ്ടൂർ ചെയ്യാനുള്ള സാധനം എടുക്കാൻ മറന്നത് കാരണം ഐ ഷാഡോയിലെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. അരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് ഇപ്പം ആഹാ എന്ന് തോന്നും, പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഓഹോ ആവും. ഈ ഐ ഷാഡോയ്ക്കകത്ത് സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ഷിമ്മറി സാധനമുണ്ട്. അത് ഏത് കളർ എടുത്താലും അതിങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ നിൽക്കും. കോണ്ടൂർ കട്ട് കൊടുക്കുകയും വേണം, എന്നാൽ പൈസ മുടക്കാനും പറ്റൂല എന്നുള്ളവർക്ക് ബ്രൗൺ ഐബ്രോ ഫില്ലർ വെച്ച് റീപ്ലേസ് ചെയ്യാം. ആരും അറിയില്ല. ആ രഹസ്യം നിങ്ങളോട് കൂടി മണ്ണിൽ അരിഞ്ഞ് ചേരുന്നതായിരിക്കും.
ഇതിനിടയ്ക്ക് ഹുദ ബ്യൂട്ടിയുടെ ഗ്ലോയിഷ് എന്ന് പറയുന്ന സാധനം ഫേസിൻ്റെ ഹൈ പോയിൻറ്റ്സിലൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെറുതെ ചുമ്മാ ഒരു തിളക്കം കാണിക്കാനായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ബ്രൗൺ ലിപ് ലൈനർ കൊടുത്തു, ഉള്ളിലോട്ട് സ്മഡ്ജ് ചെയ്തു, ബോബി ബ്രൗണിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കൊടുത്തു. പക്ഷേ സാരിയുമായിട്ട് ചേരുന്നില്ല എന്ന് കണ്ടു, അത് മാച്ച് കളഞ്ഞു. എന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക എന്ന് പറയുന്ന ഷെയ്ഡ് കൊടുത്തു. ഇത് കുറച്ച് ബനാന പൗഡർ തട്ടി കൊടുക്കുക, ടീ സോണിലും കണ്ണിന് താഴെയും ഓയിലി ആവാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ. അത് ബേസിക്കലി നമ്മുടെ ഫൗണ്ടേഷനും കൺസീലറും ഒന്നും മൂവ് ചെയ്യാതിരിക്കാനായിട്ടാണ്. അത് കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് മയത്തിലൊക്കെ കൊടുക്കുക. അമ്മയ്ക്ക് വരച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷനും കൺസീലറും ഒക്കെ നമ്മുടെ ബ്രഷയിലിരിക്കും. പിന്നെ കുറച്ച് ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുക, ഹൈ പോയിൻറ്റ്സ് കഴിഞ്ഞു. ചുരുക്കത്തിൽ ഒതുക്കത്തിൽ മയക്കത്തിൽ ട്രങ്കേറ്റാക്കി പറഞ്ഞാൽ പുട്ട് സം ഫൗണ്ടേഷൻ, പുട്ട് സം കൺസീലർ, പുട്ട് സം ഐ മേക്കപ്പ്, കടുകുറ, ഫിൽ ദ ഐബ്രോസ്, പുട്ട് സം ലിപ്സ്റ്റിക്, പുട്ട് സം സെറ്റിംഗ് പൗഡർ, പുട്ട് സം ഹൈലൈറ്റർ, ഡൺ, ക്ലോസ്, ഗേൾ റെഡി. ഇതാരാണ് ഈ റിംഗ് ലൈറ്റ് ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് വെച്ച്? അത് മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബൈ ദ ബൈ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ശുഭദിനം. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തി സമാധാനപരമായിട്ട് മുന്നോട്ട് ജീവിക്കുക. കൂട്ടത്തിൽ എൻ്റെ പഴയ വീഡിയോസും എടുത്തിരുന്ന് കാണുക. ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് കയറി വാ. പോയല്ലേ, കുറച്ചുകൂടെ കാണിക്കാനുണ്ട്. എൻ്റെ മേക്കപ്പ് ഫുള്ള് കാണണ്ടേ. കുട്ടി സാരി എടുത്തു കഴിഞ്ഞ് ഞാൻ എടുത്ത 2-3 ഫോട്ടോയും ഒരു വീഡിയോയും ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കെട്ടിട്ടുണ്ട്. അതും കണ്ട് ചായയും കുടിച്ച് പരിപ്പൊടിയും കഴിച്ചിട്ട് പോകാവുള്ളേ പ്ലീസ്. പിന്നെ ഒരു കാര്യം കൂടെ ഡിസ്ക്ലൈമർ പോലെ പറയേണ്ടതായിരുന്നു, വിട്ടുപോയി. റിറ്റിനോൾ പോലത്തെ ആൻറ്റി ഏജിങ് സാധനങ്ങൾ ഒരു 30 വയസ്സ് വരെ ഉപയോഗിക്കാതിരിക്കുക. 25 വയസ്സുള്ളവർ അത് ഉപയോഗിച്ചെന്ന് വെച്ചാൽ 5 വയസ്സിൻ്റെ ചർമ്മമായി മാറില്ല ഗൈസ്. സിമ്പിൾ ആസ് ദാറ്റ്. അങ്ങനെ ഞാനും ഒരു പുഷ്പലത ചേച്ചിയായിരിക്കുന്നു എന്ന കാര്യം വിനയപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം എമി ആൻഡ് അഷി.